Hi friends, welcome back to my channel. എൻ്റെ പേര് അനഘ. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഒരു ഡെൻ്റൽ ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയാണ്, BDS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയാണ്. നമുക്കറിയാം ബാക്കി എല്ലാ ഇയേഴ്സിനേക്കാളും കുറച്ചൊന്ന് പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ആണ്. കാരണം ഒന്ന് നമ്മുടെ സിലബസിൻ്റെ ഒരു കാരണം കൊണ്ടും പിന്നെ മറ്റൊന്ന് നമ്മുടെ +1 +2 സിലബസിൽ നിന്ന് പെട്ടെന്ന് മാറി വരുന്നതുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ടാണ്. അപ്പം ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു കുഹാസ് എക്സാം അപ്പിയർ ചെയ്യേണ്ടത്, ഏതൊക്കെ പോർഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം, എവിടെയൊക്കെയാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു എക്സാം റൈറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെയും മറ്റും ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഫിസിയോളജിയുടെ റെസ്പിറേറ്ററി യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ടറി പോർഷനാണ്. അപ്പം അനിമേറ്റഡ് രീതിയിലാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കുക, നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളോട് ഷെയർ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇത്തരത്തിൽ ഡെൻ്റൽ ലെക്ചേഴ്സ് എടുക്കാൻ താല്പര്യമില്ല ഡെൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഡെൻ്റൽ ഇൻറ്റേൺസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം ID മെയിൽ ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. റെസ്പിറേറ്ററി യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ടറി പോർഷനായ ഫിസിയോളജി ഓഫ് റെസ്പിറേഷനാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ് റെസ്പിറേഷൻ എന്നുള്ളതാണ്. So, respiration is defined as the biochemical process wherein the living cells of an organism produce energy by taking in oxygen and liberating carbon dioxide from the oxidation of complex organic substances. അതായത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് ഓരോ ലിവിങ് സെൽസും എനർജി ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ഒരു റെസ്പിറേഷനും അതുപോലെ തന്നെ ബ്രീത്തിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൺ ഔട്ട്. അതായത് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ശ്വസന പ്രക്രിയയാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ബ്രീത്തിങ്ങും അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബ്രീത്തിങ്. എന്നാൽ അതിൻ്റെ കൂടെ എനർജി പ്രൊഡക്ഷനും കൂടി വരുമ്പോഴാണ് അത് റെസ്പിറേഷൻ ആകുന്നത്. ഇന്ന് നോക്കേണ്ടത് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ 2 ടൈപ്പാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ റെസ്പിറേഷനും മറ്റൊന്ന് ഇൻറ്റേർണൽ റെസ്പിറേഷനും. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ ലങ്സ് ഇൻ ബിറ്റ്വീനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൊക്കെ ആയിട്ടുള്ള റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആണ് ഈ ഒരു എക്സ്റ്റേണൽ റെസ്പിറേഷൻ. അതായത് വിച്ച് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിറ്റ്വീൻ ദ ലങ്സ്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻറ്റേർണൽ റെസ്പിറേഷൻ ആണ്, വിച്ച് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അതായത് നമ്മുടെ ബ്ലഡും ടിഷ്യൂസും തമ്മിലുള്ള റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. ഇനിയുള്ളത് ഫേസസ് ഓഫ് റെസ്പിറേഷൻ ആണ്. അതായത് റെസ്പിറേഷൻ ഒക്കർ ചെയ്യുന്നത് 2 ഫേസ് ആയിട്ടാണ്. ഒന്ന് ഇൻസ്പിറേഷനും മറ്റൊന്ന് എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ ഡ്യൂറിങ് വിച്ച് എയർ എൻറ്റേഴ്സ് ദ ലങ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് എക്സ്പിറേഷൻ ആണ്, ഡ്യൂറിങ് വിച്ച് എയർ ലീവ്സ് ദ ലങ്സ്. അതായത് നമ്മുടെ ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ബ്രീത്തിങ്ങിൻ്റെ ടൈമിൽ ഇൻസ്പിറേഷൻ ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ആൻഡ് എക്സ്പിറേഷൻ ഈസ് എ പാസീവ് പ്രോസസ്. അപ്പം ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ലങ്സിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. എന്തൊക്കെ പോർഷൻസ് ഉൾപ്പെട്ടതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്നുള്ളത്. നമ്മുടെ നെയ്സൽ കാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രെക്കിയെ, ബ്രോങ്കെ, ലങ്സ് ഒക്കെ ഉൾപ്പെട്ടതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഇത് നമ്മൾ ഹോൾ ടുഗദർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഇനി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റവും അതുപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി സിസ്റ്റവും. ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പറിലും ലോവറിലും ഏതൊക്കെ പോർഷൻസ് ആണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണെങ്കിൽ നെയ്സൽ കാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സും, ലോവറിലാണെങ്കിൽ ട്രക്കിയ, പ്രൈമറി ബ്രോങ്കെ, ലങ്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റെസ്പിറേറ്ററി യൂണിറ്റ് എന്താണെന്നുള്ളത്. നമ്മുടെ ലങ്സിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മുടെ റെസ്പിറേറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ടെർമിനൽ പോർഷനാണ് ഈ ഒരു റെസ്പിറേറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ പോർഷൻസ് ആണ് നമ്മുടെ റെസ്പിറേറ്ററി യൂണിറ്റിൽ ഉൾപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ്, അതുപോലെ തന്നെ നമ്മുടെ ആൽവിയോള ഡക്റ്റ്, ആൽവിയോള സാക്സ്, ആൻഡ്രം,
അതുപോലെ തന്നെ ആൽവിയോള, ഇവയൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു 5 പാർട്സ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലങ്സിൻ്റെ സ്ട്രക്ചറിലും അതുപോലെ തന്നെ ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റാണ് ഈ ഒരു റെസ്പിറേറ്ററി യൂണിറ്റ്. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി യൂണിറ്റ്സിൻ്റെ പാർട്സ് ഒക്കെ ഏതൊക്കെയെന്നാണ്. ആൽവിയോള ഡക്റ്റ്, ആൽവിയോള സാക്സ്, ആൽവിയോളെ, ബ്രോങ്കിയോൾസ് ഒക്കെ ഉൾപ്പെടുന്ന റെസ്പിറേറ്ററി യൂണിറ്റാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി യൂണിറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റാണ്. അതായത് നമ്മുടെ എയർ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന ആ ഒരു ട്രാക്റ്റാണ് റെസ്പിറേറ്ററി ട്രാക്റ്റ്. അതിനകത്തുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നോസും ഫാരിങ്സും ലാരിങ്സും ട്രക്കേയും ബ്രോങ്കയും ലങ്സും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റ്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പറും ലോവറും സെപ്പറേറ്റ് ആയിട്ട് ഏതൊക്കെ പാർട്സ് ഉൾപ്പെടുന്നു തുടങ്ങിയതാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് പ്ലൂറ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലങ്സ് കവർ ചെയ്തിട്ടുള്ള ഒരു ബൈലെയേർഡ് ആയിട്ടുള്ള ഒരു സീറസ് മെംബ്രെയിൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ബൈലെയേർഡ് സീറസ് മെംബ്രെയിൻ്റെ ആ ഒരു നാരോ സ്പേസ് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നാരോ സ്പേസിനെയാണ് നമ്മൾ ഇൻട്രാ പ്ലൂറൽ സ്പേസ് അഥവാ പ്ലൂറൽ കാവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻട്രാ പ്ലൂറൽ ഫ്ലൂയിഡാണ്. അപ്പം ആ ഒരു ഇൻട്രാ പ്ലൂറൽ സ്പേസിലുള്ള തിൻ ലെയർ ഓഫ് സീറസ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഇൻട്രാ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഇൻട്രാ പ്ലൂറൽ ഫ്ലൂയിഡിന് ചില ഫങ്ഷൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫങ്ഷനാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ആ ഒരു ലെയേഴ്സിനിടയ്ക്കുള്ള പ്ലൂറൽ ലെയേഴ്സിനടുത്തുള്ള ഫിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ലൂബ്രിക്കൻ്റായി ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു ഇൻട്രാ പ്ലൂറൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ പറയുന്നത് ട്രക്കിയോ ബ്രാങ്കിയൽ ട്രീയെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ട്രക്കിയയും ബ്രോങ്കയും ഒരുമിച്ചാണ് ഈ ഒരു ട്രക്കിയോ ബ്രാങ്കിയൽ ട്രീ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ട്രക്കിയോ ബ്രാങ്കിയൽ ട്രീയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ട്രക്കിയയെ ബൈഫക്കേറ്റ് ചെയ്തിട്ട് 2 പ്രൈമറി ബ്രോങ്കയായിട്ട് മാറുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പ്രൈമറി ബ്രോങ്കസ് ലങ്സിൽ വന്ന് കയറിയതിന് ശേഷം ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡറി ബ്രോങ്കയായിട്ട് മാറുന്നു. ആ ഒരു സെക്കൻഡറി ബ്രോങ്കയെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ടെറിഷറി ബ്രോങ്കയായിട്ട് മാറുന്നു. വീണ്ടും അത് ഡിവൈഡ് ചെയ്ത് സ്മോളർ ബ്രോങ്കയെ അഥവാ ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുകയാണ്. അപ്പം ഈ ഒരു ബ്രോങ്കിയോൾസിൻ്റെ ഡയമീറ്റർ ഏകദേശം 1 mm അല്ലെ അതിൽ കുറവാകുമ്പോഴാണ് നമ്മളതിനെ ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നത്. വീണ്ടും അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രക്കിയും ബ്രോങ്കയും ചേർന്ന ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ട്രക്കിയോ ബ്രാങ്കിയൽ ട്രീ എന്ന് വിളിക്കുന്നത്. റെസ്പിറേറ്ററി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പൾമണറി വെന്റിലേഷൻ, സെക്കൻഡ് വൺ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ദ ആൽവിയോളെ ആൻഡ് ലങ്, തേർഡ് ഫങ്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഫോർത്ത് വൺ റെഗുലേഷൻ ഓഫ് വെന്റിലേഷൻ. ഇതാണ് റെസ്പിറേറ്ററി ഫങ്ഷൻസ്. ഇനിയുള്ളത് നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻസ് ആണ്. അപ്പോൾ നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻസ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓൾഫാക്ഷൻ ആൻഡ് വോക്കലൈസേഷൻ, second one defense mechanism, third one anticoagulant function, fourth one regulation of temperature and acid base balance, fifth one maintenance of water balance, sixth one secretion of angiotensin converting enzyme, and last function is synthesis of hormonal substance. അപ്പോൾ ഇത്രയൊക്കെയാണ് നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻ. അപ്പം ഈ ഒരു ടോപ്പിക്കിൻ്റെ എൻഡാണിത്. അതായത് നമ്മുടെ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ ഒരു ഭാഗം. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് റെസ്പിറേറ്ററി യൂണിറ്റിനെ പറ്റി ചോദിക്കാം, പിന്നെ ഒന്ന് ട്രക്കിയോ ബ്രാങ്കിയൽ ട്രീയെ പറ്റി ചോദിക്കാം, അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ്, അതുപോലെ തന്നെ പ്ലൂറ, അതുപോലെ തന്നെ പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്